hello, welcome back to Learn Commerce. Calicut University, 4th semester, BCom, Cost Accounting, 5th chapter ആയിട്ടുള്ള ഓവർഹെഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിൻ്റെ ഹോൾ തിയറി പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് അവൈലബിൾ ആയിരിക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 5 ഓവർഹെഡ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഹോൾ തിയറി പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ദ മീനിങ് ഓഫ് ഓവർഹെഡ്. എന്താണ് ഓവർഹെഡ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്? സിമ്പിളായിട്ട് പലരും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേൾക്കാം. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓവർഹെഡിൻ്റെ ഒരു പാർട്ടാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഇന്ന ഒരു പ്രൊഡക്റ്റിനാണ് ഇന്നൊരു സർവീസിനാണ് ഈ ഒരു എക്സ്പെൻസ് വന്നിട്ടുള്ളത് എന്ന് പറയാൻ കഴിയാത്ത കോമൺ ആയിട്ട് വരുന്ന എക്സ്പെൻസുകളെ അതിനെയാണ് എന്ത് പറയുന്നത്? ഓവർഹെഡ് എന്ന് പറയുന്നത്. ഈ ഓവർഹെഡിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൂടി വരുന്ന ആ ഒരു സം ടോട്ടൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഓവർഹെഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓവർഹെഡ്സ് ആർ ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസസ് വിച്ച് cannot be traced directly to a particular unit of output. നമുക്കൊരു പർട്ടിക്കുലർ യൂണിറ്റിന് വന്നിട്ടുള്ള എക്സ്പെൻസ് ആണെന്ന് നേരിട്ടങ്ങനെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇന്നതിന് വന്നിട്ടുള്ള ഒരു കോമൺ ആയിട്ട് വരുന്ന, ഫോർ എക്സാമ്പിൾ നോക്കൂ, ഫാക്ടറി റെൻറ്റ് പാർക്കൊക്കെ വരും. മെറ്റീരിയൽസ് സൂക്ഷിക്കുന്നത് ഫാക്ടറിയിലാണെങ്കിൽ അവിടെ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടാവും. ലേബർ, മെഷീൻസ്, സൂപ്പർവൈസേഴ്സ്, എവറിത്തിങ് ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ഫാക്ടറി റെൻറ്റ്. അപ്പോൾ അത് ഇന്നതിലേക്കാണ് നമുക്ക് പർട്ടിക്കുലർ കോൺസെൻട്രേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനൊക്കെ കൂടി വേണ്ടിയിട്ട് ആ ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഓവർഹെഡ്സ് അത് കോമൺ കോസ്റ്റ്. ഈ എക്സ്പെൻസുകളെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോർഷൻ ചെയ്യണം, അതിനെ എലോക്കേറ്റ് ചെയ്യണം. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇന്ന യൂണിറ്റിലേക്കാണ് ഇത് ചിലവ് വന്നിട്ടുള്ളത്. ഇത്ര ഇപ്പോൾ ഫാക്ടറി റെൻറ്റ്, മെറ്റീരിയൽസിന് എത്ര ഈ ഫാക്ടറി റെൻറ്റ് നമ്മൾ FR എന്ന് കൊടുക്കാം. ഈ ഫാക്ടറി റെൻറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ A ഡിപ്പാർട്ട്മെൻറ്റിന് ഫാക്ടറി റെൻറ്റ് ഇത്ര രൂപ, B ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്ര രൂപ, C ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്ര രൂപ, D ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്ര രൂപ. അങ്ങനെ ഫാക്ടറി റെൻറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും എത്ര വന്നിട്ടുണ്ടെന്ന് നമ്മളിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ ഒരു കോമൺ ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആയിട്ടുള്ള ഓവർഹെഡും ആ ഓവർഹെഡിന് എങ്ങനെ ഓരോരുത്തരുടെയും ഭാഗം എത്രയാണോ ആ ഭാഗത്തിനനുസരിച്ച് ഓരോരുത്തർക്കും എത്രത്തോളം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതുമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, സ്റ്റെപ്സ് ഇൻ ഓവർഹെഡ് അക്കൗണ്ടിങ് മേ ബി തിയറി ആയിട്ട് ചോദിക്കാം. 5 സ്റ്റെപ്പുകളാണ് ഇവിടെ വരുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്, കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ, എലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ്, റീ അപ്പോർഷൻമെൻറ്റ് ആൻഡ് അബ്സോർപ്ഷൻ. ഇത്രയും സ്റ്റെപ്പുകളാണ് ഓവർഹെഡിൽ വരുന്നത്. ഈ ഓരോ സ്റ്റെപ്സുകളുമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, 5 സ്റ്റെപ്പുകൾ. ആദ്യം ഓവർഹെഡിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യണം, പിന്നെ അതിന് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ നടത്തണം, അതിന് എലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് നടത്തണം, റീ അപ്പോർഷൻമെൻറ്റ് നടത്തണം. ഈ എലോക്കേഷൻ, അപ്പോർഷൻമെൻറ്റ്, റീ അപ്പോർഷൻമെൻറ്റ് ഇവിടെ 3 ഭാഗത്താണ് പ്രോബ്ലം വരുന്നത്. പിന്നെ അതിന് അബ്സോർപ്ഷൻ ചെയ്യണം. ഓക്കെ, ഇത്രയുമാണ് ഇവിടെ ഇതിൽ വരുന്നത്. ഇതാണ് നമ്മൾ ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്. ഓവർഹെഡിനെ നമ്മൾ തരം തിരിക്കണം. ഇനി എങ്ങനെയൊക്കെ ഓവർഹെഡിനെ നമ്മൾ ഗ്രൂപ്പാക്കി മാറ്റണം, ഓരോ ബേസുകളിൽ ഗ്രൂപ്പാക്കി മാറ്റണം. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ. ഓർഗനൈസേഷനിലുള്ള ഓരോ ഫങ്ഷൻസിൻ്റെ അനുസരിച്ച് ആ ഫങ്ഷൻസിന് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ നമ്മൾ ഇൻഡയറക്റ്റ് അവിടെ കോമൺ ആയിട്ട് വരുന്ന എക്സ്പെൻസുകളെ ആ ഓവർഹെഡിനെ തരം തിരിക്കുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറിയിൽ വരുന്ന, ഫാക്ടറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോമൺ ആയിട്ട് വരുന്ന എക്സ്പെൻസ്. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റിംഗ് ടു ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സെല്ലിംഗ് ഓവർഹെഡ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ സെല്ലിംഗ് ഓഫ് ദി പ്രോഡക്ട്സ് ഓർ സർവീസസ്. ഡിസ്ട്രിബ്യൂഷൻ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, നമ്മളത് ഉണ്ടാക്കിയാൽ മാത്രം പോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർഹെഡ്, റിസർച്ചും ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓവർഹെഡ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫങ്ഷൻസിൻ്റെ ബേസിൽ ഓവർഹെഡിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നെക്സ്റ്റ് വൺ, എലമെൻസിൻ്റെ ബേസിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസ്
ഇന്നൊരു പ്രോപ്പർട്ടി ഒരു കോസ്റ്റ് സെൻറ്ററിലോ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്കോ കറക്റ്റായിട്ടല്ലോ നമുക്ക് ഇതാണെന്ന് പറയാൻ പറ്റാത്ത മെറ്റീരിയൽസിൻ്റെ എക്സ്പെൻസുകൾ, ഇൻഡയറക്റ്റ് ലേബർ, അതേപോലെ തന്നെ ഇന്ന ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ലേബർ ആണെന്ന് പറയാൻ പറ്റാത്ത ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇന്നൊരു പർട്ടിക്കുലർ യൂണിറ്റ് ഓർ സർവീസ് എക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ വരുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയർ. ഫിക്സഡ് ഓവർഹെഡ്, അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രത്തോളം പ്രൊഡക്ഷൻ വരുന്നുണ്ടോ ഇല്ലേ, ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ വാട്ട് എവർ അവിടെ ഫിക്സഡ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു എക്സ്പെൻസിനെയാണെന്ന് പറയുന്നത് ഫിക്സഡ് ഓവർഹെഡ്. വാരിയബിൾ ഓവർഹെഡ്, ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ചേഞ്ച് ആവുന്ന ഓവർഹെഡുകളെയാണെന്ന് പറയുന്നത് വാരിയബിൾ ഓവർഹെഡ്. വാരിയബിൾ ഓവർഹെഡ്സ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഫിക്സഡ് ആണെങ്കിൽ അതൊരൊറ്റ ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. സെമി വാരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെവൽ വരെ അത് ഫിക്സഡ് ആയിരിക്കും. അതിനുശേഷം അതിങ്ങനെ കൂടിയും കുറഞ്ഞും ഇരിക്കും. കുറയില്ല, അങ്ങനെ സ്റ്റെപ്പായിട്ട് പോകും. ഓക്കെ, ഫിക്സഡ് ആയിട്ട് വരുന്നത് ഫിക്സഡ് ഓവർഹെഡ്. ചേഞ്ച് വാരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ആവുന്നത് വാരിയബിൾ ഓവർഹെഡ്. സെമി വാരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ വരെ ഫിക്സഡ് ആയിരിക്കും, അതിനുശേഷം കൂടിയും കുറഞ്ഞും ഇരിക്കും. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കൺട്രോളബിൾ ഓവർഹെഡ്, ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇൻസൈഡ് ദ ഓർഗനൈസേഷൻസ് വരുന്ന ചിലവുകളാണ് കൺട്രോളബിൾ ഓവർഹെഡ്. കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്, നമുക്ക് ഓർഗനൈസേഷൻ്റെ ആ ഒരു പവറിൻ്റെ ഉള്ളിലുള്ളതല്ലാത്ത, പുറമേ ഒരു ഓർഗനൈസേഷന് ആ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഓവർഹെഡ്സിനെയാണ് അൺകൺട്രോളബിൾ ഓവർഹെഡ്സ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ആണ്. കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർഹെഡ്സുകൾക്ക് കോഡുകൾ കൊടുക്കുന്നതിനെയാണെന്ന് പറയുന്നത് കോഡിഫിക്കേഷൻ. കളക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ഓവർഹെഡ്സിനെ ഗ്രൂപ്പ് ആക്കുക. ഒരുപാട് ഓവർഹെഡ്സ് ഇങ്ങനെ ചിതറി കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓവർഹെഡ്, അങ്ങനെ അതിനൊക്കെ കറക്റ്റായിട്ട് ഗ്രൂപ്പാക്കി ഒരു ഓർഡർ ആക്കി വെക്കുന്ന അതിനെയാണെന്ന് പറയുന്നത് കളക്ഷൻ. അപ്പോൾ ഓവർഹെഡ്സുകൾക്ക് കോഡ് കൊടുക്കുന്നതിനെ കോഡിഫിക്കേഷൻ എന്നും അതിനെ ഗ്രൂപ്പാക്കി മാറ്റുന്നതിനെ കളക്ഷൻ എന്നും പറയുന്നുണ്ട്. തേർഡ് സ്റ്റെപ്സ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ്. ഇവിടെയാണ് പ്രോബ്ലം വരുന്നത്. പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മൾ തിയറി പോർഷൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ എന്നാൽ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്, ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ എക്സാമിന് മേ ബി ചോദിക്കാൻ 2 മാർക്കിന് വാട്ട് ഡു യു മീൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഫാക്ടറിനെ, ഒരു ഓർഗനൈസേഷനെ ഡിഫറെൻറ്റ് പാർട്ടുകൾ അക്കോർഡിംഗ് ടു അവരുടെ വർക്കിങ്ങിനനുസരിച്ച്, അവരുടെ നേച്ചർ ഓഫ് വർക്കിനനുസരിച്ച് ഡിഫറെൻറ്റ് യൂണിറ്റ്സുകളാക്കി, സബ് ഡിവിഷൻസ് ആക്കിയിട്ട് മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ മൊത്തം ഡിപ്പാർട്ട്മെൻറ്റ്സുകൾക്ക് വന്നിട്ടുള്ള ചിലവുകളെ, അവരുടെ കോസ്റ്റുകളെ നമ്മൾ ഡിവിഷൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. ഡിവിഷൻ ഇൻ ടു കോസ്റ്റ് സെൻറ്റേഴ്സ്. ഓരോ കോസ്റ്റ് വരുന്നതിനനുസരിച്ച് ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ കോസ്റ്റിൻ്റെ അവരുടെ ഒരു നേച്ചറിനനുസരിച്ച് അവരെ ഗ്രൂപ്പുകളാക്കി മാറ്റുന്ന, ആ ഒരു കോസ്റ്റുകളെയും കൂടി കൂട്ടി അവരെ ഗ്രൂപ്പുകളാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി എലോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസൈനിങ് ഹോൾ കോസ്റ്റ് ടു എ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എല്ലാ കോസ്റ്റുകളെയും അസൈൻ ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് എലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോർഷൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടിങ് എ കോമൺ കോസ്റ്റ്. ഒരു കോമൺ കോസ്റ്റിനെ ഡിഫറെൻറ്റിലേക്ക് കോസ്റ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് അപ്പോർഷൻമെൻറ്റ്. ഇത് 3 ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ചോദിക്കാം, ചിലപ്പോൾ അലോക്കേഷൻ ചോദിക്കാം, ചിലപ്പോൾ അപ്പോർഷൻമെൻറ്റ് ചോദിക്കാം. ഇനി നെക്സ്റ്റ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞത്, ഡിസ്ട്രിബ്യൂട്ടിങ് കോമൺ കോസ്റ്റ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു കോസ്റ്റ്, ഒരു ചെലവിനെ ബി ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൊടുക്കുക. മൊത്തം ഒരു 5000 എക്സ്പെൻസ് ഉണ്ട്, അത് എക്ക് എത്ര ബിക്ക് എത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയാം. അപ്പോർഷൻമെൻറ്റ് 2 രീതിയിലുണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. പ്രോബ്ലമാണ് രണ്ടും. നമുക്ക് തിയറി മീനിങ് നോക്കാം.
പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ABCD ഈ 5 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഈ 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണെങ്കിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു 5000 രൂപ ചിലവ് എന്തെങ്കിലും ഒരു റെൻ്റാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു എക്സ്പെൻസിനെ ഈ 5 ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും ഒന്നിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അവിടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ ഇത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്വഭാവം ഒന്നും അവിടെ നോക്കുന്നില്ല. ഏത് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണോ ആ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കൊക്കെ ഒന്നിച്ച് ഹോൾ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യില്ല. എല്ലാ എക്സ്പെൻസുകളെയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ നമ്മൾ അലോക്കേറ്റ് ചെയ്യുകയുള്ളൂ. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുള്ള എക്സ്പെൻസുകളെ അറ്റ് ദ എൻഡ് നമ്മൾ ഇവിടെ വെച്ച് അത് ക്രോസ് ചെയ്ത് അതിനെ എങ്ങോട്ട് മാറ്റും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ അപ്പോർഷൻമെൻറ്റ് അതായത് കോസ്റ്റുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിടത്ത് 2 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡുകളാണ് വരുന്നത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെൻസിനെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫുൾ നാച്ചർ നോക്കാതെ നമ്മൾ എല്ലാ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കാതെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം എക്സ്പെൻസുകളെ കൊടുക്കുന്നതിനെയാണെന്ന് പറയുന്നത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ രണ്ടിടത്തും പ്രോബ്ലം വരുന്നുണ്ട്. ഇനി ഇത് നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെ ആ ഒരു ബേസാണ് നോക്കുന്നത്. ബേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്ലോർ ഏരിയ എക്സ്പെൻസുകളുടെ ഒരു നേച്ചർ നോക്കുമ്പോൾ ഫ്ലോർ ഏരിയ എന്തിൻ്റെ ബേസിലാണ്? ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് റെൻ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഫ്ലോർ ഏരിയേൻ്റെ ബേസിലാണ്. സൂപ്പർവിഷൻ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക വേജിൻ്റെ ബേസിലായിരിക്കും. അങ്ങനെ അതായത് ബേസും അത് ഏതൊരു എക്സ്പെൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഈ ഒരു ടേബിൾ പറയുന്നത്. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേബിളാണ്. സോ നിങ്ങളത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്ന് നോക്കാം. ഇനി റീഅപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെയാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്കറിയാം പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതാണെന്നൊന്നും നോക്കാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ ഒന്നിച്ച് എക്സ്പെൻസുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പക്ഷേ ഇൻ ദ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എക്സ്പെൻസുകളെ അത് അവിടെ ക്രോസ് ചെയ്തിട്ട് അതും കൂടി എവിടേക്ക് കൊടുക്കും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റീഅപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുക. നെക്സ്റ്റ് റീഅപ്പോർഷൻമെൻറ്റിന് 3 മെത്തേഡുകൾ വരുന്നുണ്ട്. ഡയറക്റ്റ് മെത്തേഡ്, സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്, റെസിപ്രോക്കൽ മെത്തേഡ്. ഓക്കെ, ഈ റെസിപ്രോക്കൽ മെത്തേഡിൽ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡും റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും ഉണ്ട്. ഈ 4 പ്രോബ്ലം നിങ്ങൾ നോക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എക്സാമിന് തിയറിക്ക് ചിലപ്പോൾ മെത്തേഡ്സ് ഓഫ് റീഅപ്പോർഷൻമെൻറ്റ് ചോദിച്ചാൽ റീഅപ്പോർഷൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 മെത്തേഡ്സ്: ഡയറക്റ്റ് മെത്തേഡ്, സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്, റെസിപ്രോക്കൽ മെത്തേഡ്. ഈ റെസിപ്രോക്കൽ മെത്തേഡിൽ 2 വരും: സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡും റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും. ഇനി അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്ന ഒരു ചെറിയ തിയറി പോർഷൻ ആണ്. അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർഹെഡ്സുകളെ കോസ്റ്റ് യൂണിറ്റിലേക്ക് ചാർജ് ചെയ്യുക. കോസ്റ്റ് യൂണിറ്റ് എന്താണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് യൂണിറ്റുകളിലേക്ക് ഓവർഹെഡ്സുകളെ ചാർജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് കോസ്റ്റ് ടു ഇൻഡിവിജ്വൽ കോസ്റ്റ് യൂണിറ്റ്സ് ഓർ പ്രോഡക്റ്റ്. ഇൻഡിവിജ്വൽ കോസ്റ്റ് യൂണിറ്റ് ഓർ പ്രോഡക്റ്റിലേക്ക് എക്സ്പെൻസുകളെ എപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ്സ്, ആ ഒരു ആക്ടിവിറ്റീനെ പറയുന്നതാണ് എന്ത്? അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഓക്കെ, ഇനി അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് ടൈപ്സ് ഓഫ് അബ്സോർപ്ഷൻ പ്രോഡക്റ്റ് യൂണിറ്റ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്. ഇത് പ്രോബ്ലം ഏരിയയാണ്. ഇവിടെ കുറച്ച് ഇക്വേഷൻസ് വരുന്നുണ്ട്, അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. പ്രോഡക്റ്റ് യൂണിറ്റ് മെത്തേഡ്, percentage on direct cost method, percentage on direct labor cost method, percentage on prime cost,
ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ്, മെഷീൻ അവർ റേറ്റ്, ഡുവൽ അവർ റേറ്റ്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇത് കുറച്ച് പ്രോബ്ലം ഏരിയ ആണ്, പ്രോബ്ലംസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ട് ഇതിൽ ഒരൊറ്റ ആക്ടിവിറ്റി നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുണ്ട്. ദാറ്റ് ഈസ് 6th one, മെഷീൻ അവർ റേറ്റ്. എന്താണ് മെഷീൻ അവർ റേറ്റ്? തിയറി ആയിട്ട് ചോദിക്കാം. വാട്ട് ഡു യു മീൻ ബൈ മെഷീൻ അവർ റേറ്റ്? മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഷീൻ ഒരു ഹവർ മീൻസ് 1 hour വർക്ക് ചെയ്യാൻ എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് എന്നറിയാൻ വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് മെഷീൻ അവർ റേറ്റ്. ഒരു മെഷീൻ 1 hour വർക്ക് ചെയ്യാൻ എത്രത്തോളം എക്സ്പെൻസ് വരുന്നുണ്ട് എന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കോസ്റ്റ് ഷീറ്റിനെയാണെന്ന് പറയുന്നത് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഓവർഹെഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി പോർഷൻസ്. ഓക്കെ, അപ്പോൾ ഓവർഹെഡ് എന്താണെന്ന് പറഞ്ഞു. ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു സ്റ്റെപ്പുകളാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആദ്യം ക്ലാസിഫിക്കേഷൻ ചെയ്യണം, അതിനുശേഷം കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ നടത്തണം, അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് നടത്തണം, റീ അപ്പോർഷൻമെൻറ്റ് നടത്തണം, അതിനുശേഷം അബ്സോർപ്ഷൻ നടത്തണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന തിയറി പോർഷൻസ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.